ഹലോ, നല്ല നമസ്കാരം. ജി.വി. പ്രകാശ് കുമാർ, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഉദയ് മനോഹർ സംവിധാനം ചെയ്ത ലക്കി ദി സൂപ്പർ സ്റ്റാർ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു സീരിയൽ ടൈപ്പ് ഓഫ് ചിൽഡ്രൻസ് മൂവി എന്ന് പറയാം. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് കനത്ത പ്രളയത്തിനിടയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു പെണ്ണായ ഒരു കുഞ്ഞിനെ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നതാണ് സിനിമയുടെ തുടക്കം. ഈ നായ്ക്കുട്ടി ലക്ഷ്മണൻ കണ്ടെത്തുകയും ഓട്ടിസം ബാധിച്ച തൻ്റെ സഹോദരിയുടെ മകൾ അമ്മുവിന് സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. ലക്കി എന്ന് പേരിട്ട ഈ നായയുടെ സാമീപ്യം അമ്മുവിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ലക്കി തൻ്റെ പക്കലുള്ളത് ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ നായയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ലക്കി ഓരോരുത്തരുടെയും കൈകളിലൂടെ മാറി മാറി ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരെ എത്തുകയാണ്. തൻ്റെ അനന്തരവളുടെ ജീവൻ രക്ഷിക്കാൻ ലക്ഷ്മണൻ ലക്കിയെ എങ്ങനെ തിരികെ എത്തിക്കുന്നു എന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. മനുഷ്യരും വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം പ്രമേയമാക്കി ഹോളിവുഡിലെ ഇറങ്ങിയിട്ടുള്ള ലുക്ക് ഹുയിസ് ടോക്കിംഗ് ആണെന്നോ അങ്ങനെ എന്തോ ഒരു സിനിമ, അതുപോലുള്ളൊരു സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ നായ്ക്കൾ സംസാരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സിനിമയെ അനാവരണം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആക്ടിങ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ഷൻ നോക്കുമ്പോൾ ജി.വി. പ്രകാശ് വളരെ സ്വാഭാവികമായിട്ടും വളരെ നാച്ചുറലായിട്ടുള്ള അഭിനയം അദ്ദേഹം ലക്ഷ്മണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഭംഗിയാക്കി. അതോടൊപ്പം തന്നെ നായികയായിട്ട് അനശ്വര രാജൻ നായികയാണെങ്കിലും താരതമ്യം വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു വേഷമായിട്ടാണ് അനശ്വരയുടേത് ഇതിൽ ഫീൽ ചെയ്തത്. ഒരു ഡോഗ് ലവർ ആയി അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇതായിട്ട് മാത്രം. ഇതിൻ്റെ മെയിൻ നായകൻ എന്ന് പറയുന്നത് ലക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉദയ് മഹേശ്വർ കുട്ടികൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വിനോദത്തിന് വേണ്ടിയുള്ള ഒരു സിനിമ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയതാണ്. പക്ഷേ തിരക്കഥയിലെ പാളിച്ചയാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. സിനിമയിലെ നായ്ക്കൾക്ക് കോവൈ സരള, തമ്പി രാമയ്യ, മൊട്ട രാജേന്ദ്രൻ തുടങ്ങിയവർ ശബ്ദം നൽകിയതും ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഫാമിലിയോടൊപ്പം അശ്ലീലങ്ങളോ അല്ലെങ്കിൽ മറ്റ് മീനിങ്ങുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ട് കുട്ടികൾക്കുമായിട്ട് ഇരുന്ന് ധൈര്യമായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇതിൻ്റെ കീ മൂമെൻറ്റ്സ് നോക്കുമ്പോൾ പ്രളയത്തിൽ നിന്നും നായ്ക്കുട്ടി രക്ഷപ്പെടുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ഇമോഷണൽ രംഗം, അതോടൊപ്പം തന്നെ അമ്മുവും ലക്കിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ രംഗം, നായ്ക്കൾ തമ്മിലുള്ള രസകരമായ കുറേ നല്ല സംഭാഷണങ്ങൾ, കുറച്ച് ഇടയ്ക്ക് കോമഡി എലമെൻ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ലക്ഷ്മണൻ മുഖ്യമന്ത്രി വീട്ടിൽ കയറി തൻ്റെ നായയെ തിരികെ ചോദിക്കുന്ന ക്ലൈമാക്സിൻ്റെ രംഗം, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ അക്സെപ്റ്റ് നോക്കുമ്പോൾ CG നായ്ക്കളുടെ ലിപ്പ് സിങ്കുമായിട്ട് ചില സ്ഥലങ്ങളിൽ ഗംഭീരമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് വലിയ ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ സംഗീതം വെച്ച് നോക്കുമ്പോൾ ഒരു നോർമൽ, വലിയ ഗംഭീരമൊന്നുമല്ല. വൈകാരികമായിട്ടുള്ള രംഗങ്ങളെ സ്വല്പം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമോഗ്രാഫി ദൃശ്യങ്ങൾ അല്പം കൊള്ളാം. മൊത്തത്തിൽ ഒരു നോക്കുമ്പോൾ ഒരു ടെലിവിഷൻ സീരിയലിൻ്റെ ഒരു നിലവാരം അത്രയേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കുമ്പോൾ സിനിമയിലെ ഏറ്റവും വലിയ വിമർശനം ഇതിലെ ലോജിക്കില്ലായ്മയാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള നായകൻ തൻ്റെ നായയെ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വരെ വളരെ ഈസി ആയിട്ട് കയറി ചെല്ലുന്നു. അവിടെ വച്ച് മുഖ്യമന്ത്രിയോട് തർക്കിക്കുന്നതും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഉപദേശിക്കുന്നതും ഒട്ടും നമുക്ക് ദഹിക്കത്തില്ല. അത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ നിയമങ്ങളനുസരിച്ചിട്ട് അതിന് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നായികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ പല രംഗങ്ങളും പല പഴയ ഇതിനകത്തെ സിനിമകൾ പോലെ ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രെഡിക്റ്റബിളാണ്. കഥയിൽ വലിയ പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ആകാംക്ഷ അല്ലെങ്കിൽ നമുക്ക് കാണണമെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സീനും തന്നെയില്ല. സിനിമയുടെ
വെറും 2 മണിക്കൂർ താഴെ ഉള്ളെങ്കിൽ പോലും ആ കഥയിലോട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കുകയാണ്. അതും ഒത്തിരി ഒരു ബോറായിട്ട് തോന്നി. ഒരു ചില കൈകളിലേക്ക് ഇങ്ങനെ പട്ടി ഇങ്ങനെ മാറിപ്പോകുന്നു, പിന്നെ അവിടെ നിന്ന് ഇവർ തട്ടിയെടുക്കുന്നു, അങ്ങനെ കുറേ സാധനം ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി അത് ലാഗായിട്ട് എനിക്ക് തോന്നി. പിന്നെ നായ്ക്കളുടെ സംഭാഷണം വോയിസ് ഓവറും, അപ്പോൾ അത് നായ്ക്കൾ സംസാരിക്കുക എന്ന ആശയം നല്ലതാണ്. പക്ഷേ അതിൽ ഒരു ഒരു പിന്നെ ഡയറക്ടറിൻ്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ സർഗാത്മകത കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. മനുഷ്യർ പറയുന്ന അതേ രീതിയിലാണ് ഡയലോഗ് പ്രസൻറ്റേഷൻ പോലും നടക്കുന്നത്. നായ്ക്കൾക്കോട് പറയിപ്പിക്കുമ്പോൾ അത് ഇത്തിരി കൂടി നാച്ചുറലായിരിക്കണം. മനുഷ്യന്മാരുടെ പോലെ ചിന്തിക്കുക, സ്വന്തം കുഞ്ഞിനെ വിൽക്കുമ്പോൾ നീ നിൻ്റെ കുഞ്ഞിനെ തിരഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗില്ലേ, അത് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. നായ്ക്കൾ അങ്ങനെ അല്ലല്ലോ ചിന്തിക്കുന്നത്. ഇത്തരം ചിന്തകൾ പിന്നെ മനുഷ്യന് മാത്രമേ ഉള്ളതാണ്. അപ്പോൾ അത് നായ്ക്കളുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുന്നത് അതൊരു വിചിത്രമായിട്ട് തോന്നി. പിന്നെ നായ്ക്കളുടെ പിന്നെ ലിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ആ ലിപ്പ് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിരുന്നു. നോർമലായിട്ടത് കാണിച്ചാൽ മതിയായിരുന്നേ, വെറുതെ ലിപ്പൊന്നും ഇട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചിലയിടത്ത് കാണിച്ചു, അതുകൊണ്ട് ബാക്കി എല്ലായിടത്തും അത് കണക്ക് പെർഫെക്ഷൻ വേണ്ടുമായിരുന്നു. അതങ്ങനെ ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ നായിക പിന്നെ അനശ്വര രാജൻ്റെ പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യാനില്ല ഈ സിനിമയിൽ. ഒരു നായിക എന്നതിലുപരി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ എന്നതിന് അപ്പുറം അനശ്വര പിന്നെ സ്ക്രീൻ സ്പേസ് തന്നെ വളരെ കുറവാണ്. പിന്നെ അനശ്വരയുടെ മേക്കപ്പൊക്കെ വളരെ മോശമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടെ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് പറയാനുണ്ട്. പിന്നെ കഥാപാത്രങ്ങളുടെ ആ ഒരു ഇതില്ലേ, പെൺകുട്ടിയും പിന്നെ ജി.വി. പ്രകാശും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് വെറും പട്ടികളെ വെച്ചുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേറെ ഒരു തരത്തിലൊരു ബോണ്ടിങ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. ബന്ധങ്ങളെ ഇത് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ കയറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഒരു കോമഡി ഡ്രാമ വിഭാവനം ചെയ്തതാണോ അതോ പിന്നെ മറ്റേതെങ്കിലും തമാശ ഇതും കൂടി സീരിയസ് ആയിട്ട് ഇത് ചെയ്തതാണോ? പല സ്ഥലങ്ങളിലേക്ക് ഇതിങ്ങനെ കയറി ഇറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇതിലേക്ക് പിന്നെ കഥയെ ബോണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിംഗ് തന്നെ ഒരു ബിസ്ക്രീൻ എന്നുള്ള രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നുള്ളൂ. ഒരു സാധാരണ ഒരു സിനിമ അല്ലെങ്കിൽ സീരിയൽ കാണുന്നത് പോലുള്ള ഒരു നിലവാരം മാത്രമേ മൊത്തത്തിൽ പശ്ചാത്തല സംഗീതമായിരുന്നാലും പിന്നെ ക്യാമറ ആംഗിളായിരുന്നാലും എല്ലാം അങ്ങനെയാണ്, ആ രീതിയിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. മ്യൂസിക്കൊക്കെ ആണെങ്കിൽ കട്ടക്കട്ട മ്യൂസിക്കാണ് ഇട്ട് നടക്കുന്നത് ബാക്കിൽ. മൊത്തത്തിൽ ഒരു രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ തമാശയാണോ അതല്ലെങ്കിൽ ഇമോഷണലാണോ ഇതൊന്നും തോന്നിപ്പിക്കാത്ത എല്ലാം ഇടത്തും കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലല്ല സിനിമ നിൽക്കുന്നത്. പിന്നെ കുട്ടികളുമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് നിർമ്മിച്ച ഒരു സിനിമയായി എന്നത് ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷേ ഗൗരവമായ സിനിമകൾ കാണുന്നവർക്കും അല്ലെങ്കിൽ ഗൗരവമായി സിനിമയെ പിന്നെ കാണുന്നവർക്കൊക്കെ ഈ സിനിമ ഒരു നിരാശ തന്നെയാണ്. തിരക്കഥയിലെ ലോജിക്കില്ലായ്മ, പിന്നെ കുറേ ക്ലേശ രംഗങ്ങൾ ഇതിനെ ഒരു ശരാശരിക്കും താഴെയാക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ലക്കി ദി സൂപ്പർ സ്റ്റാർ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കുട്ടി സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സീരിയൽ ടൈപ്പ് ഓഫ് ഡ്രാമ, അതിനപ്പുറം ഒരു വലിയ ഗംഭീരമായ ഒരു അനുഭവം നൽകുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമ. താങ്ക് യു.